ആവശ്യമായ നിർദ്ദേശങ്ങൾ പേരൻസിന് നൽകുവാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും പൊതുവായിട്ട് നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പിന്നെ അവരുടെ പഠന കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് നാളെ ക്ലാസ് ടൈം 9:20 മുതൽ 3:30 വരെയാണ് ഫുൾ ഡേ ക്ലാസ്. അതാണ് നമ്മുടെ ക്ലാസ് ടൈം. കുട്ടികളെ ഫുൾ യൂണിഫോമിൽ അയക്കാൻ ശ്രദ്ധിക്കുക. മഴയുള്ള ദിവസങ്ങളിൽ നല്ല മഴയാണ്, വെള്ളമൊക്കെ ആണെങ്കിൽ മാത്രം സാൻഡിൽസ്, ബാക്ക് സ്ട്രാപ്പുള്ള സാൻഡിൽസ് ധരിപ്പിച്ച് സ്കൂളിൽ അയക്കുക. അല്ലാതെ സ്കൂൾ യൂണിഫോം ഫുൾ യൂണിഫോം ധരിച്ച് വിടാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ എന്താണോ കൊടുക്കുന്നത് ബേസിക് ആയിട്ട്, അതവര് ഒരുങ്ങി വരുന്ന കാര്യത്തിലായാലും പഠിക്കുന്ന കാര്യത്തിലായാലും എന്തിനായാലും നമ്മൾ ഇപ്പോൾ അവർക്ക് കൊടുക്കുന്നതാണ് ജീവിതകാലം മുഴുവൻ അവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇപ്പോഴാണ് അവരുടെ ബേസ് ഫോം ചെയ്യുന്ന സമയം എപ്പോഴാണ്. അപ്പൊ നമ്മളിപ്പോ അവരോട് ശ്രദ്ധിക്കാതെ ഇരുന്നാൽ അത് കുട്ടികളുടെ ഭാവിയിലും അത് അവരെ ബാധിക്കും. എന്താണ് എഴുതുന്നത് ഒരു 5 ടൈംസോ 10 ടൈംസോ ഒരു പേജോ താഴെ വരെയൊക്കെ എഴുതാൻ പറഞ്ഞാൽ കുട്ടികൾ എഴുതും. പക്ഷേ എന്താണ് എഴുതുന്നതെന്ന് ഒരു മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ എഴുതി കാണിച്ചു കഴിയുമ്പോൾ എഴുതി കാണിച്ച് ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് ഓർമ്മ വരും. ഡിക്റ്റേഷനൊക്കെ എടുക്കുമ്പോൾ കുട്ടികൾ മറന്നുപോയെന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ വെറുതെ എഴുതി പിന്നെയും എഴുതിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒന്ന് അവരോട് സ്പെല്ലിങ്സ് നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ അവരൊന്ന് വിളിച്ചടുത്തെത്തി സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു വാക്കൊക്കെ ഒന്ന് എഴുതാൻ പറയുക. എന്നിട്ട് അവിടെ ഒപ്പം തിരുത്തലും കൊടുക്കുക. കാരണം പാരന്റ്സിനോട് ഡിക്റ്റേഷൻ കുട്ടി ഒന്നും എഴുതുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പാരന്റ്സ് പറയുന്നത് ട്യൂഷന് പോകുന്നുണ്ട്, എന്തായാലും വിളിച്ചിരിക്കും. അത് ആ അസംബ്ലി ഒക്കെ കഴിഞ്ഞിട്ടേ തിരിച്ചു വിളിക്കാൻ പറ്റുള്ളൂ. ആ രാവിലത്തെ തിരക്ക് കഴിഞ്ഞിട്ടേ പിന്നീട് തിരിച്ചു വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫോൺ മിസ്ഡ് കോൾ കണ്ടാൽ തിരിച്ചു വിളിക്കും. അതൊക്കെ ഓർക്കുക. പിന്നെ മെസ്സേജ് ടൈപ്പ് ചെയ്തിടുക, അതൊരു സൗകര്യമായിരിക്കും. ഇങ്ങനെ ഇംഗ്ലീഷ് തന്നെ വേണമെന്നില്ല, മലയാളം തന്നെ വേണമെന്നില്ല, ഇംഗ്ലീഷ് ആയാലും ഇപ്പൊ നമ്മുടെ ഭാഷ അതാണല്ലോ വാട്സാപ്പിൽ. ഏത് രീതിയിലും കുഴപ്പമില്ല. കറക്റ്റ് ആയിട്ടുള്ള എന്താണോ മാറ്റർ അതൊന്ന് ടൈപ്പ് ചെയ്തിട്ടാല് മതി. സൗകര്യം അത് എല്ലാവർക്കും സൗകര്യപ്രദമായിരിക്കും. കുട്ടികൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ പേന, പെൻസിൽ, സ്കെയിൽ, റബ്ബർ എല്ലാവർക്കും ഒരുപോലത്തെ ആയിരിക്കും. ഇത് കളഞ്ഞൊക്കെ പോകും, താഴെ വീഴും, അതെന്തിനാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അതിലൊരു പേര് എഴുതി ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ പേര് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ സെലോ ടേപ്പ് വെച്ച് പേരെഴുതി പേപ്പറിൽ പേരെഴുതി സെലോ ടേപ്പ് വെച്ച് നിന്ന് ചുറ്റിയാലും മതി. അപ്പൊ പേര്, വാട്ടർ ബോട്ടിൽ ഇതെല്ലാം കഴിഞ്ഞ വർഷം ജൂണിൽ കളഞ്ഞുപോയ 2 കുട ഇപ്പോഴും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഇരിപ്പുണ്ട്. ഒരു വർഷം കുട്ടികൾ ക്ലാസ്സിലുണ്ടായിരുന്നു. പാരന്റ്സും ചോദിച്ചു വന്നിട്ടില്ല, കുട്ടികളും ചോദിച്ചു വന്നിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് കുട്ടികൾക്ക് പുതിയ സാധനങ്ങൾ പെട്ടെന്ന് അവർ ഓർത്തിരിക്കില്ല ഇത് എന്റേതാണെന്ന്. അപ്പോ പേരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് എടുത്തു വെച്ചിട്ട് കൊടുക്കാനെങ്കിലും പറ്റും. അതുകൊണ്ടാണ് ഉള്ള കാര്യം പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കുട്ടികൾ കഴിഞ്ഞ വർഷം ശ്രദ്ധിച്ചതുകൊണ്ട് പറയുകയാണ്, നഖം എല്ലാ ആഴ്ചയിലും വെട്ടാനൊന്ന് ശ്രദ്ധിക്കണം. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന് ആരോഗ്യപരമായ കാര്യം, രണ്ടാമത്തത് മിക്കപ്പോഴും നഖം വളർന്ന അഴുക്കൊക്കെ ഇരിക്കുന്ന കാണാം. കൈകൊണ്ട് തന്നെയാണല്ലോ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് കളിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൈക്ക് പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോ നഖം കൊണ്ടുവന്ന് പോറാറൊക്കെ ഉണ്ട്. അപ്പൊ കംപ്ലൈന്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവനെ എന്നെ വാങ്ങി എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ലേറ്റ് ആയിട്ട് വരുമ്പോ ഓഫീസ് റൂമിൽ കയറി HMന്റെ അനുവാദത്തോടെ വേണം ക്ലാസ്സിൽ വരാൻ. പിന്നെ ക്ലാസ് സമയത്തും അത് ലേറ്റ് ആയിട്ട് വരുമ്പോ ക്ലാസ് സമയത്ത് പാരന്റ്സ് ചില ആവശ്യങ്ങൾക്കൊക്കെ വരാറുണ്ട്. അപ്പോഴും HMന്റെ അനുവാദത്തോടെ വേണം ക്ലാസ്സിൽ വരാൻ. കാരണം കുട്ടി അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ തുടക്കത്തിൽ കൂടുതലായിരിക്കും അമ്മമാരുടെ എഴുത്ത്. ക്രമേണ കുട്ടികൾ അക്ഷരങ്ങൾ പഠിച്ചു വരുന്നതനുസരിച്ച് പേന കൊണ്ടുള്ള എഴുത്ത് കുറയുകയും പെൻസിൽ കൊണ്ടുള്ള എഴുത്ത് കൂടി വരികയും ചെയ്യും. അങ്ങനെ ആവണം. അതാണ് സംയുക്ത ഡയറിയുടെ ലക്ഷ്യം. അപ്പൊ കുട്ടി ഇങ്ങനെ അപ്പൊ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ഈ 1ാം ക്ലാസ്സിലെ കുട്ടി എങ്ങനെയാണ് ഡയറിയൊക്കെ എഴുതാൻ പോകുന്നത്. ഒരു സെന്റൻസ് ഒക്കെ ഒരു ദിവസം എല്ലാ കുട്ടികളെയും എഴുതാൻ പരിശീലിപ്പിച്ചാല്
ഒരു 2-3 മാസം ആകുമ്പോഴത്തേക്കും അവർ തനിയെ എഴുതി തുടങ്ങും. കുറച്ച് അക്ഷരങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരുള്ളൂ. ഇനി പൂക്കൾ കിട്ടി എന്നുള്ളതാണല്ലോ ഞാൻ ഇന്നത്തെ ഡയറിയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഒരു പൂ കൂടി കുട്ടിയെ കൊണ്ട് വരപ്പിച്ചിട്ട് അത് നിറം കളർ ചെയ്യിക്കുക. അപ്പോൾ ഒരു ദിവസത്തെ ഡയറിയായി. ഈ പ്രവർത്തനം നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത് ജൂലൈ 15-നാണ്. അപ്പോൾ 15-ാം തീയതി തൊട്ട് ഇനിയുള്ള നിർദ്ദേശങ്ങൾ, ഇനിയൊരു ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ കൂടുതൽ നിർദ്ദേശങ്ങൾ തരാം, ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിർദ്ദേശങ്ങൾ നൽകാം. അപ്പൊ അതനുസരിച്ച് പേരൻസ് കുട്ടികളുടെ കൂടെ ഇരുന്ന് സമയത്ത് ഡയറി ചെയ്യിക്കുക. ഇത് എഴുതിയ കുട്ടികൾ നന്നായിട്ട് എഴുതാൻ പഠിച്ചിട്ടുണ്ട്. ഡയറി അല്ല, മലയാളം ആൻസർ പേപ്പറിൽ നന്നായിട്ട് എഴുതുന്നുണ്ട്. അതേസമയം നമ്മൾ ഇതിനൊന്നും അത്ര പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ അത് നമ്മളുടെ കുട്ടിക്ക് തന്നെയാണ് ദോഷമായിട്ട് ഭവിക്കുന്നത്. കുട്ടികൾ അക്ഷരങ്ങൾ നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കും. അപ്പൊ പ്രവർത്തനം എല്ലാവരും ആത്മാർത്ഥമായിട്ട് അത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. Dear everyone, a hearty welcome to our exciting year of learning, growth and endless prosperity. Fear of Lord is the beginning of knowledge. Let's invoke the blessings of God Almighty with a prayer. I request all of you, please stand. നമ്മുടെ ഇന്നത്തെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടകൻ ശ്രീ KJ മാക്സി MLA, ശ്രീ പാടുകോ, നമ്മുടെ കൗൺസിലർ, PTA പ്രസിഡന്റ്, അച്ഛൻ നമ്മളോടൊപ്പം താമസ വന്നിരുന്ന അച്ഛനായിരുന്നു. അത്യാവശ്യം അച്ഛൻ കുർബാനക്ക് പോയതുകൊണ്ട് കഴിയാറായിട്ടുണ്ട്. ഇപ്പൊ തന്നെ സ്നേഹമുള്ള അധ്യാപകരെ, രക്ഷിതാക്കളെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, 2025-26 അധ്യയന വർഷത്തിലേക്ക് നാം കടക്കുകയാണ്. ഏറെ സന്തോഷത്തോടെയാണ് ഇന്ന് നമ്മൾ സ്കൂളിലേക്ക് വന്നിരിക്കുന്നത്. പതിവിന് വിപരീതമായി മഴ മാറിത്തന്നു. നമുക്ക് സാധാരണ മഴ നമ്മളോടൊപ്പമാണ് എത്താറുള്ളത്. എന്നാൽ ഇന്ന് മഴ നമുക്ക് മാറിത്തന്നു. ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികള് കുറെ നേരമായി വെയിറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ബോറടിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവിടുന്നത്. നമ്മുടെ പ്രതീക്ഷക്കൊത്ത് കുട്ടികളെ ഉയർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെയും അധ്യാപകരായ ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ പക്ഷത്തു നിന്നും ഞങ്ങളും നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് വളർത്തുവാൻ ഞങ്ങളാലാവുന്നത് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ മുന്നോട്ടുള്ള യാത്രയിൽ ഏറെ സന്തോഷം തരുന്നതാണ് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാനുള്ള പ്രചോദനം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലൂടെ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ചേർന്നുള്ള ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലൂടെ പല വിജയങ്ങളും കൈവരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞു.
അത് ഒറ്റക്കെട്ടായ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മത്സരങ്ങളിൽ, ശാസ്ത്രമേളകളിൽ ഇവയിൽ 2-3 സ്ഥാനങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ആദ്യമായാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഇത്ര മുന്നോട്ട് വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ പ്രാവശ്യം നിങ്ങളുടെയും സഹകരണം ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒത്തുചേർന്ന് പ്രവർത്തിച്ച് 1-2 സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. നമ്മൾക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. നമ്മുടെയൊക്കെ ജീവിതഘട്ടം തിരിഞ്ഞു നോക്കിക്കഴിയുമ്പോൾ ഏറ്റവും സന്തോഷകരമായ കാലം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുണ്ടാവുക സ്കൂൾ കാലഘട്ടം തന്നെയാണ്, അല്ലെ? ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ മക്കളെ നമ്മൾ ഇന്ന് കൊണ്ടുവന്ന് വിടുന്നത്. ആ കാലഘട്ടം അവരും ഏറ്റവും ആസ്വദിച്ച് സന്തോഷകരമായി സംതൃപ്തിയോടെ സ്നേഹത്തോടെ കഴിയാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ അസിസ്റ്റന്റ് ലോക്കൽ മാനേജർ എബിനച്ചനാണ്. എബിനച്ചന് ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടകൻ നമ്മുടെ കൊച്ചിയുടെ ജനകീയ MLA ശ്രീ KJ മാക്സി അവர்களാണ്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയെ കൂടിയായ അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൗൺസിലർ നമ്മോടൊപ്പം എന്നുകൊണ്ട് മാഡത്തെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റായ ശ്രീ പ്രിൻസൺ MG ആണ്. അദ്ദേഹത്തോട് ചേർന്നുള്ള ഒരു നല്ല PTA നമുക്കുണ്ടായിരുന്നു. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ സഹകരണം നമുക്ക് ലഭിച്ചു പോന്നു. ഈ വർഷം നമ്മളിൽ നിന്നും റിൻസൺ പിൻവാങ്ങുകയാണ്, PTA പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് പിൻവാങ്ങുകയാണ്. 3 വർഷമാണ് ഒരു PTA പ്രസിഡന്റിന്റെ സ്ഥാനത്തിരിക്കാവുന്നത്. 3 വർഷം കംപ്ലീറ്റ് ആയി. അതിലും നല്ല PTA നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. റിൻസന് ഈ അവസരത്തിൽ നന്ദി പറയുകയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ PTA കമ്മിറ്റി അംഗങ്ങൾക്കും രക്ഷിതാക്കൾക്കും ഒപ്പം ഏറ്റവും വാത്സല്യം നമ്മുടെ കുഞ്ഞു മക്കൾക്ക്, കൊച്ചു കൂട്ടുകാർ കുറെ പേര് എത്തിയിട്ടുണ്ടല്ലേ. 150-150ഓളം പുതിയ കുട്ടികൾ നമുക്ക് പ്രൈമറിയിലും 120ഓളം KGയിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. KG സെക്ഷൻ നാളെയാണ് അവരുടെ പ്രവേശനോത്സവം. രണ്ടും കൂടി നമുക്ക് സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് 2 സെക്ഷനായി വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏറെ സ്നേഹത്തോടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു ടീച്ചർ. നമ്മുടെ ഇന്നത്തെ പ്രവേശനോത്സവ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനും ഈ അധ്യയന വർഷത്തിലെ അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്യുന്നതിനും നമ്മുടെ പ്രിയങ്കരനായ MLA KJ മാക്സി സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, PTA കമ്മിറ്റി അംഗങ്ങളെ, മാതാപിതാക്കളെ, അധ്യാപകരെ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പ്രവേശനോത്സവം നടക്കുകയാണ്. പ്രവേശനോത്സവം ഏറെ ആഹ്ലാദകരമായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റും നമ്മുടെ സ്കൂൾ മാനേജ്മെന്റും PTAയും അധ്യാപകരെല്ലാം ചെയ്തിട്ടുള്ളത്. അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കുട്ടികൾ ഏറ്റവും സന്തോഷത്തോടുകൂടി വിദ്യാലയങ്ങളിലേക്ക് കടന്നു വരിക എന്നതാണ് ഏറ്റവും പ്രധാനം. വിദ്യാഭ്യാസം എന്നത് കുട്ടികൾക്ക് ഏറെ ആഗ്രഹവും അത് വിദ്യാഭ്യാസം അവർക്ക് ലഹരിയായി മാറണം. അതാണ് വിദ്യാഭ്യാസം പ്രവേശനോത്സവം നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ഒന്നായി മുന്നേറാം. ഇന്ന് അറിവിന്റെ വഴികളിലേക്ക് കടന്നു വരുന്ന നമ്മുടെ കുരുന്നുകളെ ഏറ്റവും നല്ല രീതിയിലുള്ള സ്വീകരണമാണ് സെന്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിൽ ഇവിടുത്തെ അധ്യാപകരും PTAയും തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് സംസ്ഥാനത്ത് ഇതൊരു വലിയ ആഘോഷമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ
ആലപ്പുഴ ജില്ലയിലെ കരവൂർ ഗവൺമെന്റ് സ്കൂളിലാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളും നടത്തിയാണ്. ഇപ്രാവശ്യം നമ്മുടെ പാഠ്യ പദ്ധതിയോടൊപ്പം തന്നെ ഗവൺമെന്റ് പുതിയ സിലബസ് കൊണ്ടുവന്നിട്ടുണ്ട്. കലാമേഖലയിലെ സിലബസാണത്. പാഠ്യത്തിന്റെ ഭാഗമായി തന്നെ വരച്ച് 5 ഇനങ്ങളാണ് ഗവൺമെന്റ് അത് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കുട്ടികളുടെ ഏറെ സന്തോഷകരമായ ഇനങ്ങളല്ല. ഒന്ന് സംഗീതമാണ്, മറ്റൊന്ന് ചിത്രരചന, നാടകം, സിനിമ, ഡാൻസ്. ഇത്തരം കാര്യങ്ങളെല്ലാം പാഠ്യപദ്ധതിയോടൊപ്പം തന്നെ സ്കൂളിൽ പഠിപ്പിക്കാൻ സ്ഥിതിയിലേക്ക് പുതിയ സിലബസ് ഗവൺമെന്റ് തയ്യാറാക്കിയിരിക്കുകയാണ്. ഓരോ മേഖലകളിലും നമ്മുടെ കുട്ടികൾ കടന്നു ചെല്ലാൻ വേണ്ടിയിട്ടാണ് അത് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ തന്നെ നാം തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ വരുന്ന കുട്ടികളുടെ എണ്ണം 37 ലക്ഷമാണ്. ഒരു കുട്ടി പോലും വിദ്യാഭ്യാസമില്ലാതെ മാറി നിൽക്കുന്ന സ്ഥിതി നമ്മുടെ സംസ്ഥാനത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ വിദ്യാലയത്തെ പറ്റി പറയുമ്പോൾ ഞാൻ പഠിച്ച ഒരു വിദ്യാലയമാണെന്നത്. കൊച്ചിയിലെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വിദ്യാലയമാണ് സെന്റ് സെബാസ്റ്റ്യൻ. ഈ പ്രദേശത്തെല്ലാം ഓരോ കുട്ടികളെയും ചേർക്കണമെങ്കിൽ ആദ്യം മാതാപിതാക്കളിന് ഇതിലേക്കുള്ള ശ്രദ്ധ വരുന്നത് സെന്റ് സെബാസ്റ്റ്യനാണ്. ആ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡറി സ്കൂൾ അവരുടെ കുറിപ്പുകൾ എടുക്കുന്നു. അത്ര ഇതിലേക്ക് വളർന്നു വന്നിട്ടുള്ള വിദ്യാലയം കൊച്ചിയിലെ ഏറ്റവും തലയെടുപ്പുള്ള വിദ്യാലയമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ മാറുന്നതിന്റെ പിന്നിൽ ഈ വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് അധ്യാപകരുടെയും PTA-യുടെയും മാതാപിതാക്കളുടെയും ഒക്കെ വലിയ മാനേജ്മെന്റിലേക്ക് വലിയ ഇടപെടലുകളാണ് നമുക്കങ്ങനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലൂടെ വിദ്യാലയം ഏറെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ മക്കളെല്ലാം ഭാവിയിൽ അവരൊക്കെ വലിയ വലിയ മേഖലകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കഴിവുകളും അനുഗ്രഹങ്ങളും അവർക്ക് കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്രാവശ്യത്തെ സെന്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിന്റെ പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തായി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചെയ്തു. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരുന്ന ക്ഷതം, അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് എവിടെ നിന്നായിരിക്കും? സ്കൂളിൽ നിന്നായിരിക്കും. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറിനോട് പറയും, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരോട് പറയും. എല്ലാ കേസുകളും അത്തരത്തിൽ, അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞിട്ട് അത്തരത്തിലൊരു ഇത് നടന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് റീൽസുകളുടെയൊക്കെ കാലമാണ്. എല്ലാവരും ഇന്റർനെറ്റ്, പ്രായ അപ്പൂപ്പന്മാരോ അമ്മൂമ്മമാരോ എല്ലാവരും. പണ്ടൊക്കെ അവര് കഥകൾ പറയാനാണെങ്കിൽ ഇന്ന് ഏതൊരു പ്രായത്തിലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാം ആക്റ്റീവാണ്.
റീൽസൊക്കെ കണ്ട മണിക്കൂറുകൾ പോകുന്നത് അറിയില്ല. നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് പറയും നമുക്ക് പല ടെൻഷൻ ഉണ്ട്, നമുക്ക് കൂട്ടുകാരോട് ടെൻഷൻ തീർക്കാൻ സംസാരിക്കാൻ നമുക്ക് ടെൻഷൻ തീർക്കാനാണെന്ന് പറയും. പക്ഷെ ഇന്ന് നമ്മുടെ ചുറ്റുപാടും വളരുന്ന കുട്ടികളിൽ അവർക്കും പറയാനുണ്ടാവും നമ്മളോട് ഓരോ കാര്യങ്ങളും. സ്കൂളിൽ നടക്കുന്നതായിരിക്കാം, നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കാം. നമ്മൾ കുറച്ചു നേരം നമ്മൾ അവരെ ചേർത്ത് നിർത്തി, നമ്മളുണ്ട് കൂടെ എന്ന് പറഞ്ഞൊന്ന് ചേർത്ത് നിർത്തിയാൽ അവരും അതിൽ പെട്ടെന്നൊരു പിൻ ഡ്രോപ്പ് സൈലന്റ് വന്നത് ഉണ്ടാകും. നേരം അവരുടെ ഉള്ളിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊന്ന് ചേർത്ത് നിർത്തി, നമ്മളുണ്ട് കൂടെ എന്ന് പറയുമ്പോ അവരുടെ ചെറിയൊരു പ്രായത്തിലും നോ എന്ന ഒരു വാക്ക് കേൾക്കാൻ വാശി പിടിച്ച് എനിക്കത് വേണം എന്ന് പറയുന്ന കുട്ടികളെ നമുക്ക് അവരുടെ ഉള്ളിലുള്ള ചിലപ്പോൾ അവരുടെ പ്രയാസങ്ങൾ അവർക്ക് പറയാനുള്ളത് പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമുക്ക് ചുറ്റും ഞാൻ പറഞ്ഞതുപോലെ ഒരു സമൂഹത്തിൽ പല കേസുകളും അത് ഏറ്റെടുക്കുകയും അതിന്റെ പരിഹാരമൊക്കെ തീർക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾ എത്രയോ മാതാപിതാക്കളുടെ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഒരു തലമുറയുടെ തെറ്റാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. വേസ്റ്റ് മാനേജ്മെന്റ് നമ്മളെല്ലാം എറിയാൻ ശീലിച്ചു പോയി. നമ്മുടെ കുഞ്ഞുങ്ങളെ ക്ലാസ് തലത്തിൽ ഇപ്പോ അവരുടെ ഒരു ബർത്ത്ഡേക്ക് ഒരു മിഠായി കൊടുത്താൽ പോലും ആ റാപ്പ് അവരത് കൃത്യമായ സ്ഥലത്ത് അവർ ഭക്ഷണം കഴിച്ച് ഇനിയിപ്പോ അവിടെ ശീലിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ലോക്കൽ മാനേജ്മെന്റ് വിനച്ചിന് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അപ്പൊ അവരെ ശീലിപ്പിച്ചാൽ നമ്മളോട് അവര് തിരിച്ചു പറയും ഇന്നതവിടെ ഇടരുത്, അമ്മേ അല്ലെങ്കിൽ അച്ഛ അമ്മൂമ്മേ ഇത് അവിടെ ഇടാനുള്ളതല്ല. ചെറിയതിലെ ഇപ്പൊ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഒരു ദുരുപയോഗമൊക്കെ നമ്മൾ എല്ലാ വീട്ടിലും ഓരോ രോഗികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു തലമുറയും പുതിയൊരു സമൂഹം വാർത്തെടുക്കണമെങ്കിൽ നമുക്ക് മുന്നിലിരിക്കുന്ന ഈ ഒരു കുഞ്ഞുങ്ങളാണ് ഇനി ഇവിടെ ജീവിക്കേണ്ടതും. കുറെയൊക്കെ തെറ്റുപറ്റിയാൽ നമ്മുടെ തലമുറയ്ക്ക് പറ്റിയത് കൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ കുറെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. പലതരത്തിൽ നമുക്ക് ഈ ഒരു വർഷക്കാലം ടീച്ചേഴ്സിനോടും സ്കൂളിനോടും കുട്ടികളോടും നമ്മളൊപ്പമുണ്ട്. പി ടി എ ഒരു 10 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് പി ടി എ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇത്തരം ഭംഗിയാക്കാൻ ഈ ടീച്ചേഴ്സ് 2 മാസക്കാലവും ഒരു വെക്കേഷനും അവരനുഭവിച്ചിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന ആളാണ്. അവരെന്നും ഈ ഓഫീസിലുണ്ടാവും. കാരണം ഇന്നത്തെ ഈ പ്രവേശനോത്സവം ഈ അടുത്തൊരു വർഷവും ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാനും അവരെ നന്നായി നോക്കാനും നമുക്ക് പഠനത്തിൽ മാത്രമല്ല ജീവിതത്തിലും അവരേക്കത്ത് ലഭിക്കണമെങ്കിൽ നമ്മളൊപ്പം ഉണ്ടാകണം, നമ്മൾ അവരോടൊപ്പം ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എല്ലാവർക്കും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയ ബഹുമാനപ്പെട്ട ശ്രീമതി ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട MLA കെ ജെ മാത്യു, പ്രിയ ബഹുമാനപ്പെട്ട കൗൺസിലർ ശിവാഡോ, PTA പ്രസിഡന്റ് ശ്രീ വിൻസൻ, പ്രിയ നിറഞ്ഞ അധ്യാപകരെ, അനധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളൊരു പുതിയ അധ്യയന വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. അതിന്റെ സന്തോഷത്തിലും സങ്കടത്തിലുമാണ് നമ്മളെല്ലാവരും. സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു അധ്യയന വർഷം പുതിയ കാര്യങ്ങൾ പഠിക്കാനും നല്ല കുട്ടികളായിട്ട് വളരാനും അത് നമ്മളെ സഹായിക്കും എന്നതാണ്. അധ്യയനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ധ്യാനം ചെയ്യുക, അതായത് ബോധം വെക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതെങ്ങനെയാണ് ഇതിനെ ബോധം വെക്കുന്നതിനെ കുറിച്ചാണ്. അത് ഓരോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്. 3 കാര്യങ്ങളാണ് അധ്യയനത്തിലൂടെ സംഭവിക്കേണ്ടത്. ഒന്നാമതായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുക, രണ്ടാമതായത് പഠിച്ചത് മനനം ചെയ്യുക, മനനം ചെയ്യുന്നത് ജീവിതത്തിൽ അഭ്യസിക്കുക. ഇത് 3മാണ്
വിദ്യാഭ്യാസത്തിൽ നടക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം അറിയണം, അറിയുന്നത് പഠിക്കണം, പഠിക്കുന്നത് അഭ്യസിക്കുന്നവനാണ് യഥാർത്ഥമായിട്ടുള്ള വിദ്യാർത്ഥി എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ പഠിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. എല്ലാം പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്കൊരല്പം ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ടാണ് നമുക്കൊരു സങ്കടം വരുന്നത്. എന്ത് കാര്യവും പഠിച്ചു തുടങ്ങുമ്പോൾ ആ പഠിച്ചു തുടങ്ങുന്ന ഒരു സംഭവം നമ്മളെ അല്പം ബുദ്ധിമുട്ടിക്കും. ആദ്യമായിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു സങ്കടം വരുന്നത് അതുകൊണ്ടാണ്. പിന്നീട് അതൊരു ശീലമാകുമ്പോൾ അത് നമുക്ക് ഒത്തിരി സന്തോഷം തരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നത് നമുക്ക് സന്തോഷം നൽകണം. അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. ഞാൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട കൗൺസിലർ നമുക്കുണ്ടായിരിക്കേണ്ട നല്ല ശീലങ്ങളെ കുറിച്ച് പ്രത്യേകമായിട്ട് നമ്മുടെ മാലിന്യ സംസ്കരണത്തിന്റെയും പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്ന രീതിയെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഒത്തിരിയേറെ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുകയും പഠനങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മുടെ പരിസ്ഥിതിയോട് ചേർന്നുള്ള ഒരു ജീവിതം എന്ന് നമുക്കറിയാം. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് ഒരു മനുഷ്യൻ ആദ്യം നേടിയെടുക്കേണ്ടത് പ്രകൃതിയെ സ്നേഹിക്കുക എന്നതാണ്. ആ പ്രകൃതിയെ സ്നേഹിക്കുന്ന മനുഷ്യന് നല്ല മനുഷ്യനായിരിക്കാനും മറ്റു മനുഷ്യരെ സ്നേഹിക്കാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ ജീവിതത്തിൽ ആകെ നമുക്ക് വേണ്ടത്. ഒരു നല്ല മനുഷ്യനായിരിക്കേണ്ടത് അർത്ഥമാക്കുന്നത് ഒരുവന് സഹജീവികളോടും പ്രകൃതിയോടും ഉണ്ടാകുന്ന സ്നേഹമാണ്. വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടതും അത്തരത്തിലുള്ള ഒരു അറിവും ഈ വർഷം നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്ന് വിരമിച്ച പ്രിയപ്പെട്ട മേരി ഗ്രേസ് ആമേഴ്സ് ഞങ്ങളുടെ പ്രിയങ്കരിയായ ടീന മിസ്സിനെ കുരുന്നുകൾക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ശ്രീമതി ശ്രീകാണ്ടോ, പി ടി എ പ്രസിഡന്റ് പ്രിൻസൺ, എന്റെ സഹപ്രവർത്തകരെ, നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകനായ ശ്രീ മാക്സ് ചേട്ടൻ, എന്റെ കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, ഇന്നുമുതൽ ക്ലാസ് തുടങ്ങിയല്ലേ? നല്ല കുട്ടികളായിരിക്കണം. കുട്ടികളായിരിക്കോ? നല്ല കുട്ടികളായിരിക്കോ? ആ ക്ലാസ്സിൽ അടങ്ങിയിരിക്കണം. ഓടിയാൻ പാടില്ല. ഓടിയാൻ പറ്റും, വീഴും അല്ലേ? കഴിഞ്ഞ വർഷം വരെയൊക്കെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഓടുമ്പോ കാലുകൊട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കണം. നല്ല കുട്ടികളായിട്ടിരിക്കണം. ഇനി എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോടാണ്. മാതാപിതാക്കളാണ് ഈ മക്കളെ ഏറ്റവും നല്ല നിലയിലെത്തിക്കേണ്ട ആൾക്കാരെ. മാതാപിതാക്കൾ അധ്യാപകരോട് ചേർന്നിരുന്നാൽ മാത്രമേ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല നിലയിലെത്തിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും മാതാപിതാക്കൾ തമ്മിൽ. അതൊന്നും കുട്ടികളെ അറിയിക്കേണ്ട കാര്യമില്ല. കുട്ടികൾ പോരുമ്പോ തല്ലി പിടിക്കുക, ഇടി പിടിക്കുകയൊക്കെ ചെയ്യുക. നിങ്ങളുടെ മുൻപില് നിങ്ങളുടെ പിള്ളേരെല്ലാം കണ്ട് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള എപ്പോഴൊരു ഓർമ്മ വേണം. പണ്ടത്തെ കാലമല്ല ഇല്ലേ? നമ്മളേലും കൂടുതൽ അറിവ് പിള്ളേർക്കുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങളുടെ വീട്ടിൽ തന്നെ പിള്ളേര് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓർക്കുക. ഇനി അതും കൂടാതെ മാതാപിതാക്കള് എന്തെല്ലാം പ്രശ്നമുണ്ടായാലും അവര് രണ്ടുപേരും ചേർന്ന് നിൽക്കണിപ്പോൾ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് മാതാപിതാക്കന്മാരായിട്ട് നമ്മളെ തെരഞ്ഞെടുത്തേക്കുന്നത്. അതായത് നമ്മുടെ ഇഷ്ടമനുസരിച്ചൊക്കെ ഒന്നുമല്ല വന്നേക്കുന്നത്. ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിങ്ങളെ ഭാര്യാഭർത്താവായിട്ട് ചേർത്ത് വെച്ചത്. അപ്പൊ ഓർക്കുക, നിങ്ങളുടെ മക്കളെ രണ്ടുപേരും തുല്യതയോടെ ചേർന്ന് വേണം മക്കളുടെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കാനായിട്ട്. ഇനി വിദ്യാഭ്യാസം മാത്രം പോരാ. നമ്മുടെ കൗൺസിലർ ശ്രീപാടികളോ പറഞ്ഞ്, അച്ഛൻ പറഞ്ഞ് പ്രകൃതിയെ സൈനോന്നൊക്കെ പറഞ്ഞ് ഏറ്റവും നല്ലൊരു വ്യക്തിയാക്കണം. ഇതിനായി പി ടി എ പ്രസിഡന്റ് പ്രിൻസൺ അവരുടെ ക്ഷണിക്കുന്നു. കൗൺസിലർ ശിവമാഡം, എച്ച് എം കർമ്മ ടീച്ചർ, മറ്റധ്യാപകരെ, മാതാപിതാക്കളെ, പി ടി അംഗങ്ങളെ, പുതിയതായി നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു അധ്യായ വർഷം നേരിടും. എല്ലാവർക്കും അറിയാമല്ലോ, എന്റെ കേരളത്തിലെ മിക്ക സ്കൂളിലും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലും ഈ പ്രവേശനോത്സവം ആഘോഷിക്കുകയാണ്. 3 വർഷത്തോളമായി ഈ സ്കൂളിലും കുട്ടികൾക്കും വേണ്ടി പ്രവർത്തിക്കാനും ഇപ്പോൾ ഈ വേദിയിൽ ഭാഗമാകാൻ സാധിച്ചെങ്കിലും
ഒരുപാട് സന്തോഷം. 2 മാസത്തോളമായി ഉറങ്ങിക്കിടന്ന നമ്മുടെ സ്കൂളിനെ വീണ്ടും ഉണർത്താനായിട്ട് നിങ്ങളുടെ കളിചിരികളും കുട്ടിക്കളികളൊക്കെ നമ്മുടെ സ്കൂളിലും ചുറ്റുവട്ടത്തേക്ക് കാണാൻ വരട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഈ സ്കൂൾ ജീവിതം നമ്മുടെ കുട്ടികളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരുപാട് ഓർമ്മകൾ നിങ്ങൾക്ക് സമ്മാനമായി തരട്ടെ. നിങ്ങളെല്ലാവരും തന്നെ പഠിച്ച് നല്ല രീതിയിൽ വളർന്നു വലുതായി ദൈവരിക്കുന്നത് പോലെ നല്ല ജോലിയൊക്കെ കിട്ടി നല്ലൊരു ജീവിതം കൂടി കിട്ടാനായിട്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തി വന്നിരിക്കുന്ന മാതാപിതാക്കൾ, അതിൽ വന്നവരുണ്ടും വരാത്തവരുണ്ടും, എല്ലാവരും അവരും നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക. ഇപ്പോൾ നിൽക്കുന്നത് പോലെ തന്നെ, കാരണം ഇന്നത്തെ കാലഘട്ടം പല കുട്ടികളും തെറ്റിലേക്ക് വീട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്ക് അവരെ പറ്റി ചേർത്ത് പിടിച്ചില്ലെങ്കിൽ നാളെ അവരെ നമുക്ക് ഇനി കിട്ടില്ല. എല്ലാത്തിനും അവര് നമ്മുടെ എന്ത് കാര്യത്തിനും ഷെയർ ചെയ്യണം എന്ന് നമ്മൾ അവരോട് ഓപ്പണായിരിക്കുക. എന്ന് അവര് വഴിതെറ്റി പോകണമെങ്കിൽ അതിന്റെ കാരണക്കാര് നമ്മൾ തന്നെയാണ്. ആരും അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല. നമ്മളതിക്ക് വേണ്ടി ടോയ്സും മേടിച്ചു കൊടുത്ത് കുറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടും കാര്യമില്ല. നമ്മൾ അത്തരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കൊടുക്കുന്ന സ്നേഹം ഒരിക്കലും നിലനിൽക്കില്ല. നമ്മൾ അവരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക. ആ സ്നേഹം ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല. എല്ലാ കാര്യത്തിനും നമുക്ക് അവരെ ചേർത്ത് പിടിക്കാം, അവരുടെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് കഴിയാം, അവരെ വലിയൊരു വിജയത്തിലേക്ക് നമുക്ക് എത്തിക്കാം. നമ്മുടെ പേരൻസ് അവരുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. അവരുടെ ഒരു വലിയൊരു വിജയം തന്നെയായിരിക്കും. ഞാനധികം നീട്ടുന്നില്ല. എന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും തന്നെ എന്റെ പേരിലും നമ്മുടെ സ്കൂളിന്റെ പേരിലും അധ്യാപക രക്ഷാ ജനത സമിതിയുടെ പേരിലും ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. Student representative, Master Swatik Saleh for presentation. A very good morning to all, respected teachers, HM, teachers, parents, and my dear friends. School is very important for various reasons. It teaches and prepares us for anything that is out there. We are so excited to welcome you all to this new academic year. This is going to be an incredible school year. Let us start our new academic year with hopes and dreams. We will do our best to achieve what we call dreams. Welcome to St. Sebastian's LP School. Thank you and wishing you all a great year ahead. താങ്ക് യു സോറി. ഈ അധ്യയന വർഷത്തിലെ യൂണിഫോം വിതരണത്തിന്റെ ഉദ്ഘാടനത്തിനായി ഫാദർ എബിൻസൺ സിവാസിനെ ക്ഷണിക്കുന്നു. Allah
വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും പ്രിയങ്കരായ മാതാപിതാക്കളെ, ഒന്നാം ക്ലാസ്സിലേക്കും മറ്റു ക്ലാസ്സിലേക്കും പുതുതായി കടന്നു വന്നിരിക്കുന്ന നവാഗതരായ കുഞ്ഞുമക്കളെ, ഞാൻ നന്ദി പറയുകയെന്ന കർത്തവ്യത്തിലേക്ക് കടന്നു. ഇവിടെ എത്തിച്ചേരുന്ന എത്രയും എല്ലാ സ്കൂളുകളിലും എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹത്തോടെ കൊച്ചിയുടെ പ്രിയങ്കരനായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ കൗൺസിലർ, ഏത് പ്രോഗ്രാമിനും നമ്മൾ എപ്പോൾ ചെന്ന് വിളിച്ചാലും ഉടനെ തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചേരുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ കൗൺസിലർ ശ്രീമതി ശിവാജിയോടും എന്റെ ഹൃദയകരമായ നന്ദി. നമുക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തനത്തിൽ നിന്ന് നിരതരായിരിക്കുന്ന നമ്മുടെ കൊച്ചുപള്ളിയിലെ വൈദികരാണ്. അതിൽ ഓണയിൽ തന്നെ നമുക്ക് വന്ന് വെഞ്ചരിക്കൊക്കെ നടത്തിപ്പോയ നമ്മുടെ ഫാദറിന് നന്ദി പറയുന്നു. നമുക്ക് ഇവിടെ അദ്ദേഹത്തിന് മെസ്സേജ് നൽകാൻ വേണ്ടി വന്ന റവറൻഡ് ഫാദർ എബിൻ സദാശിന് എന്റെ ഏറ്റവും ഹൃദയമായ നന്ദി. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും നിരന്തരമായി പ്രവർത്തിക്കുന്ന റിൻസൺ അവറുകൾ നമ്മുടെ PTA പ്രസിഡന്റിന് നന്ദിയുടെ വാർത്തമാണ്. നമ്മുടെ സ്കൂളിലെ ഉന്നമനത്തിനായി നിരന്തരം പ്രവർത്തിക്കുകയും ഞായറാഴ്ചകൾ പോലും നിരന്തരമായി ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത നമ്മുടെ ഏറ്റവും പ്രിയകരിയായ ഹെഡ്മിസ്ട്രസിന് നന്ദി ഓർപ്പിക്കുന്നു. എന്റെ സഹപ്രവർത്തകർ, അവർ സ്കൂളിന്റെ ഏറ്റവും പില്ലറായി തന്നെ പ്രവർത്തിക്കുന്നു. അവരും ഏത് സൺഡേയോ സാറ്റർഡേയോ എത്ര ഹെവി റെയിനോ റെഡ് അലേർട്ടോ അതൊന്നും ഞങ്ങളെ ആരെയും ബാധിക്കാറില്ല. ഞങ്ങൾ ഏത് നിമിഷവും കുട്ടികളുടെ ഉന്നമനത്തിനായി, ഈ സ്കൂളിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നേറുന്ന എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും നന്ദിയുടെ വാഴാടുന്നു. പിന്നെ സ്കൂളിന്റെ ഉന്നമനത്തിനായി നമുക്ക് ഈ സ്കൂളിന് വേണ്ടി നൽകുന്ന കുഞ്ഞുങ്ങളെ നൽകുന്ന ഈ പേരൻസിന് അവർ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ സ്കൂളിനെ ഇത്രയും ഭംഗിയാക്കാൻ വേണ്ടി അവരുടെ പല സഹകരണങ്ങളും നമുക്ക് എപ്പോഴും നൽകാറുണ്ട്. അതിനാൽ ഇന്ന് എത്രയും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളോട് ചേർന്ന് ഒത്തു പ്രവർത്തിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കാര്യത്തിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ കുഞ്ഞുമക്കൾക്ക് എന്റെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ കുഞ്ഞുമക്കൾക്കും പുതിയ എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.